ഇടയ്ക്കിടയ്ക്ക് വരുന്ന ട്വിസ്റ്റോടുകൂടി നമ്മൾ ചിന്തിക്കാത്ത പോലത്തെ സർപ്രൈസോടുകൂടി ഒരു സൂപ്പർ മൂവി മസ്റ്റ് വാച്ച് മൂവിയാണ് എസ് സരസ്വതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു അമ്മ തന്റെ മകളെ രാവിലെ തന്നെ സ്കൂളിൽ കൊണ്ടുവന്നാക്കുന്നത്. പക്ഷെ വൈകിട്ട് മകളെ വിളിക്കാനായിട്ട് പോകുമ്പോൾ അവിടെ ആ ഒരു മകളെ കാണാനില്ല. അവിടെ അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് സരസ്വതി എന്ന് പറഞ്ഞ ഒരു കുട്ടി ആ ഒരു സ്കൂളിൽ പഠിക്കുന്നേ ഇല്ലാന്ന്. പക്ഷെ രാവിലെ കൊണ്ടുവന്നാക്കി കൊടുത്തത് ഈ ഒരു അമ്മ തന്നെയായിരുന്നു. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്കൊക്കെ കിളി പാറുന്ന രീതിയിലാണ് ഇതിന്റെ ട്വിസ്റ്റ് ഓരോ ഘട്ടത്തിൽ വരുന്നത്. മസ്റ്റ് വാച്ച് മൂവിയാണ്. അധികം പറഞ്ഞ് ദീർഘിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു പെണ്ണ് അവളുടെ മകളുടെ സരസ്വതിയുടെ കൂടെ സന്തോഷമായിട്ട് ഒരു സിംഗിൾ മദർ ആയിട്ട് ജീവിച്ചുകൊണ്ടുവരാണ്. ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് തന്നെയാണ് സരസ്വതിയുടെ ബർത്ത്ഡേ ആയിരുന്നത്. അതുകൊണ്ട് തന്നെ ലക്ഷ്മി സരസ്വതിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിക്കൊടുത്തിട്ട് അവളുടെ ഫ്രണ്ട്സിന് അത് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സരസ്വതിനെ ലക്ഷ്മി കൊണ്ടുപോയി സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാണ്. എന്നിട്ട് അവളുടെ ജോലിക്ക് വേണ്ടി പോവാണ്. ഒരു ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. ആ ഒരു ഹോസ്പിറ്റലിൽ അവൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. അവിടെ ഒരു അമ്മൂമ്മ ഇഞ്ചക്ഷൻ എടുക്കാൻ പേടിച്ച് സമ്മതിക്കാണ്ടിരിക്കുമ്പോൾ ലക്ഷ്മി എങ്ങനെയൊക്കെ കൺവിൻസ് ചെയ്ത് അവളെ ഇഞ്ചക്ഷൻ എടുപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ വർക്ക് കഴിഞ്ഞതിന് ശേഷം മോളെ പിക്കപ്പ് ചെയ്യാനായിട്ട് സ്കൂളിന്റെ ഫ്രണ്ടിലായിട്ട് ലക്ഷ്മി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നേരമായി അവൾ മകൾക്ക് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. എല്ലാ കുട്ടികളും അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ അവളുടെ മകൾ മാത്രം വരുന്നത് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ലക്ഷ്മിയും പേടിച്ച് സ്കൂളിനകത്തേക്ക് പോകുന്നുണ്ട്. തന്റെ മകളെ അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ഒരു ടീച്ചറെ ലക്ഷ്മി കാണുന്നത്. ടീച്ചർ കാര്യം എന്താണെന്ന് തിരക്കുമ്പോൾ 7th B സരസ്വതി എന്ന് പറഞ്ഞ ഒരു കൊച്ചു പഠിക്കുന്നുണ്ട്. അവൾ എന്റെ മോളാണ്, വിളിക്കാൻ വേണ്ടി വന്നതാണെന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. ആ ഒരു ടീച്ചറും സരസ്വതിനെ വിളിക്കാനായിട്ട് 7th B പോകുന്നുണ്ട്. എന്നിട്ട് സരസ്വതിയെ കൂട്ടിക്കൊണ്ടുവരാണ്. അപ്പോഴാണ് ഒരു ഷോക്കിംഗ് ആയ കാര്യം നമ്മൾ അറിയുന്നത്. ആ ഒരു 7th B ക്ലാസ്സിൽ ഒരു സരസ്വതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ ലക്ഷ്മിയുടെ മകളല്ലായിരുന്നു. ലക്ഷ്മിയോട് ടീച്ചേഴ്സ് ഈ ഒരു കുട്ടി മാത്രമേ 7th B സരസ്വതി എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നുള്ളൂ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കുട്ടി ഇവിടെ പഠിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് അവൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ക്ലാസ്സിലും കയറി ഇറങ്ങി തന്റെ മകളുടെ പേര് വിളിച്ച് ലക്ഷ്മി നടക്കാണ്. ആ സമയത്ത് വേറെ ടീച്ചേഴ്സ് ഒക്കെ കൂടിക്കൊണ്ട് ഈ ഒരു സരസ്വതി മാത്രമേ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്നുള്ളൂ എന്നും നിങ്ങളുടെ മകൾ ഇവിടെ അല്ല പഠിക്കുന്നതെന്നും പറയാണ്. എന്നാൽ അവള് രാവിലെ വന്ന് എന്റെ മകളെ ഡ്രോപ്പ് ചെയ്ത് പോയതല്ലേ, അതുകൊണ്ട് വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ പോലീസും അവിടേക്ക് എത്തുന്നുണ്ട്. പോലീസ് കുട്ടിയുടെ ID കാർഡ് കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ID കാർഡ് കുട്ടിയുടെ കയ്യിലല്ലേ ഉണ്ടാവാ, എന്റെ കയ്യിൽ ഇല്ലാന്ന് പറയാണ്. ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി കുട്ടിയുടെ ഫോട്ടോ കാട്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ആ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളെയും അവിടെ അസംബിൾ ചെയ്ത് നിർത്തിയിട്ട് സരസ്വതിയുടെ ഫോട്ടോ കാട്ടി കൊടുക്കുമ്പോൾ ഒരു ഷോക്കിംഗ് ന്യൂസ് ആണ് അറിയുന്നത്. ഇങ്ങനെ ഒരു കുട്ടിയെ ബാക്കിയുള്ള കുട്ടികളൊന്നും കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. സരസ്വതിയുടെ ഫ്രണ്ട്സിന്റെ നെയിം എന്തെങ്കിലും അറിയോന്ന് പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്. 2 കുട്ടികളുടെ പേര് ലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ 2 പേരിലുള്ള കുട്ടികളും ആ ഒരു സ്കൂളിൽ പഠിക്കുന്നില്ല എന്ന് പോലീസുകാർക്കും മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസുകാർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി ആകെ ഒരു വഴിയുള്ളൂ. 24 മണിക്കൂറിന് ശേഷം കുട്ടിയെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മിസ്സിംഗ് കേസ് ഫയൽ ചെയ്യാമെന്നും പോലീസ് സ്റ്റേഷനിലേക്ക് വന്നാൽ മതിയെന്നും ലക്ഷ്മിയോട് പറയുന്നുണ്ട്. എന്നിട്ട് പോലീസുകാർ അവിടുന്ന് പോവാണ്. അവൾക്ക് പക്ഷേ തന്റെ മകൾ അങ്ങനെ വിട്ടു കളയാനായിട്ട് പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ലക്ഷ്മി നാട് മുഴുവൻ ചുറ്റി അറിയാവുന്ന വീട്ടിലൊക്കെ കയറി തന്റെ മകളെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ കണ്ടു കിട്ടുന്നില്ല. രാത്രി സമയമായപ്പോൾ അവള് വീട്ടിലിരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് അവൾക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. അത് സരസ്വതിയാണ് വിളിച്ചിരിക്കുന്നത്. അവള് വിളിച്ചിട്ട് അമ്മ എനിക്ക് വേദനിക്കുന്നു, വേഗം ഇങ്ങോട്ട് വായോ, ഞാൻ പ്രിൻസിപ്പളിന്റെ റൂമിലുണ്ടെന്ന് പറയാണ്. അപ്പൊ തന്നെ ലക്ഷ്മി വേഗം തന്നെ നടന്ന് പ്രിൻസിപ്പളിന്റെ റൂമിൽ എത്തുന്നുണ്ട്. അവൾക്ക് വീണ്ടും ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. തന്റെ മകള് ചോരയിൽ കുളിച്ച് തറയിൽ കിടക്കുന്നത്. ആ ഒരു പ്രിൻസിപ്പൽ റൂമിലാണ് ആ ഒരു കുട്ടി ഇപ്പൊ കിടക്കുന്നത്. രാവിലെ ടീച്ചർമാരോട് സംസാരിച്ചപ്പോൾ പ്രിൻസിപ്പൾ ഒരു ലോങ് ലീവിന് പോയേക്കുകയാണെന്ന് ലക്ഷ്മി അറിയുന്നുണ്ട്. തന്റെ മകളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ലക്ഷ്മി എന്താണ് പറ്റിയതെന്ന് ചോദിക്കാണ്. അവിടെ നിന്ന് അവൾക്ക് ഒരു ഫോൺ കിട്ടുന്നുണ്ട്. അതിലൊരു വീഡിയോ കണ്ട് അവൾക്ക് മനസ്സിലാവാണ് 3 ആൾക്കാർ തന്റെ മകളെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന്. എങ്ങനെയെങ്കിലും തന്റെ മകളെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സ്പോട്ടിൽ തന്നെ മകള് മരിച്ചു പോവാണ്. സരസ്വതി ഇപ്പൊ കംപ്ലൈന്റ് ചെയ്യാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. ഇതൊരു മിസ്സിംഗ് കേസ് ആണെന്ന് വിചാരിച്ച ആ ഒരു പോലീസുകാരൻ കംപ്ലൈന്റ് എഴുതാനായിട്ട് പോകുമ്പോൾ മിസ്സിംഗ് കേസ് അല്ല, എന്റെ മകളെ കണ്ടുകിട്ടി, അവള് മരിച്ചു എന്ന് പറയാണ്. പക്ഷെ ഇതിനോടകം തന്നെ ലക്ഷ്മി തന്റെ മകളായിട്ടുള്ള സരസ്വതിയെ ഒരു കുഴി കുഴിച്ച് അതിൽ മൂടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പോലീസുകാരും തെളിവെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കുഴി കുഴിച്ചു നോക്കുമ്പോൾ അവിടെ സരസ്വതി ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ലക്ഷ്മിക്ക് ആ പ്രിൻസിപ്പളുടെ റൂമിൽ നിന്ന് അവൾക്ക് ഒരു ഫോൺ കിട്ടിയ കാര്യം ഓർമ്മ വരുന്നത്. ആ പ്രിൻസിപ്പളുടെ റൂമിലേക്ക് പോലീസിനെ കൂട്ടിക്കൊണ്ട് അവൾ പോകുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഫോൺ കിട്ടിയില്ല എന്ന് മാത്രമല്ല അവിടെ ആകെപ്പാടെ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. തലേ ദിവസം രാത്രി അവൾ എന്താണോ അവിടെ കണ്ടത് അതൊന്നും അവിടെ കാണാനേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സും എല്ലാവരും പറയാണ് ലക്ഷ്മി നുണ പറയുന്നതാണെന്നും ഇവൾക്ക് എന്തോ മാനസിക പ്രശ്നം ഉണ്ടെന്നും. പക്ഷെ ലക്ഷ്മിക്ക് ഉറപ്പ്
ഉറപ്പായിരുന്നു ഇവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് എന്തോ ചെയ്യുന്നതെന്നും വലിയ കാര്യം ഇതിന്റെ പിന്നിൽ അവർ മറച്ചു വെക്കുന്നുണ്ടെന്നും. പക്ഷെ ഇൻസ്പെക്ടർ പറയാണ് ഒരു പ്രൂഫും എവിഡൻസും ഒന്നും ഇല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വേറെ വഴിയില്ലാതെ സരസ്വതി നിയമ വഴിയിൽ പോകാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരുപാട് അഡ്വക്കേറ്റ്സിനെ അവൾ പോയി കാണുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അവരും ഈ ഒരു കേസ് ഏറ്റെടുക്കാനായിട്ട് തയ്യാറായില്ല. കാരണം ഈ ഒരു കേസിന് ഒരു എവിഡൻസും ഉണ്ടായിരുന്നില്ല. ഇത് ഫുൾ അവളുടെ ഇമാജിനേഷൻ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ 7 മാസം ഇതിന്റെ പിന്നാലെ അവൾ നടന്ന് പോരാടാണ്. അങ്ങനെ അവസാനം രാമാനുജൻ എന്ന് പറഞ്ഞ ഒരു വലിയ വക്കീലിനെ കാണിക്കുന്നുണ്ട്. അവൻ പൈസ ഇല്ലാതെ പോലും പാവപ്പെട്ട ആൾക്കാരുടെ കേസ് എടുക്കുന്ന ഒരു വക്കീലായിരുന്നു. സത്യങ്ങൾ മാത്രം പറയുന്ന ഒരു വക്കീല്. ലക്ഷ്മി ഒരു ദിവസം ഈ രാമാനുജൻ എന്ന് പറഞ്ഞ വക്കീലിന്റെ അസിസ്റ്റന്റിനോട് സഹായം ചോദിക്കുന്നുണ്ട്. ഈ അസിസ്റ്റന്റിനും പാവം തോന്നിയിട്ട് രാമാനുജൻ വക്കീലിനോട് കാര്യങ്ങളൊക്കെ പോയി പറയാണ്. രാമാനുജൻ വക്കീല് ലക്ഷ്മിയെ വിളിപ്പിക്കുന്നുണ്ട്. എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാണ്. 7 മാസമായിട്ട് അവൾ ഇതിന്റെ പിന്നാലെ നടക്കാണെന്നും എനിക്ക് നീതി വേണമെന്നും ആരാണ് എന്റെ മകളെ ഉപദ്രവിച്ചത് അവർക്ക് വേണ്ട ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നും ലക്ഷ്മി പറയാണ്. പക്ഷെ രാമാനുജൻ വക്കീലിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. കാരണം ഒരു എവിഡൻസ് ഇല്ലാതെ ഈ കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ കേസ് തോൽക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ലക്ഷ്മി ഈ കേസ് വക്കീൽ എടുക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ രാമാനുജൻ വക്കീൽ തിരിച്ചു വിളിക്കാണ്. ഒരു അമ്മ ഒരിക്കലും തന്റെ മകൾക്ക് ഇങ്ങനെ പറ്റിയെന്ന് നുണ പറയില്ല. അതുകൊണ്ട് ഈ ഒരു കേസ് ഏറ്റെടുക്കാന്ന് വക്കീൽ വിചാരിക്കുക. അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. ഫസ്റ്റത്തെ കേസ് ആ ഒരു സ്കൂളിന്റെ പേരിലും, രണ്ടാമത്തെ കേസ് ഫയൽ ചെയ്യുന്നത് ഒരു FIR പോലും ഇടാത്ത പോലീസിനെതിരെയാണ്. ടീച്ചേഴ്സിനൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കുട്ടി ആ സ്കൂളിൽ പഠിക്കുന്നില്ല എന്ന് അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ആ സമയത്തെല്ലാം പ്രിൻസിപ്പൾ എവിടെയാണെന്ന് നോക്കുമ്പോൾ അയാൾ നാട്ടിലായിരുന്നു. പ്രിൻസിപ്പളിനെ അടുത്ത ദിവസം ഹിയറിങ്ങിന് അവിടേക്ക് വിളിപ്പിക്കുന്നുണ്ട്. ഈ പ്രിൻസിപ്പളിനെ ചോദ്യം ചെയ്യുന്ന സമയത്താണ് മനസ്സിലാവുന്നത് പ്രിൻസിപ്പളും ഇൻസ്പെക്ടറും 30 വർഷമായിട്ട് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ ഈ പ്രിൻസിപ്പൾ എന്തോ ആ ഒരു പെൺകുട്ടിയോട് ചെയ്തിട്ട് ഇൻസ്പെക്ടർക്ക് പൈസ കൊടുത്ത് അത് മറച്ചതാണെന്ന് അഡ്വക്കേറ്റ് വാദിക്കാണ്. പക്ഷെ ലക്ഷ്മി എണീറ്റ് നിന്ന് കോടതിയിൽ പറയാണ് ഞാൻ കണ്ട പ്രിൻസിപ്പൾ ഇയാളല്ലാന്ന്. അതായത് ലക്ഷ്മി പറയുന്നു തന്റെ മകളെ ഉപദ്രവിച്ച ആ ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പൾ ഇവനല്ല വേറെ ഒരാളാണെന്ന്. പക്ഷെ 10 വർഷമായിട്ട് ആ ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പൾ ഇവൻ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എതിർഭാഗം വക്കീല് ഇവള് പറയുന്നതൊക്കെ ഇമാജിനേഷൻ ആണെന്നും ഇതൊന്നും സത്യമല്ല, അതുകൊണ്ട് ഈ കേസ് ഡിസ്മിസ് ചെയ്യണമെന്നും പറയാണ്. ജഡ്ജും അങ്ങനെ തന്നെ തീരുമാനിച്ച് ഈ കേസ് ഡിസ്മിസ് ചെയ്ത് കളയുന്നുണ്ട്. രാമാനുജൻ വക്കീലിന് നന്നായി തന്നെ ദേഷ്യം വരുന്നുണ്ട്. അവനും ലക്ഷ്മിയെ ഒറ്റയ്ക്ക് വിളിച്ചതിന് ശേഷം ആ സ്കൂളിൽ പ്രിൻസിപ്പൾ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന എല്ലാ പ്രിൻസിപ്പൾസിന്റെയും ഫോട്ടോ കാട്ടി കൊടുക്കുമ്പോൾ അതില് ഒരാളെ അവൾ തൊട്ട് കാണിക്കുന്നുണ്ട്. അടുത്ത നിമിഷം തന്നെ വേറൊരാളെയും കൂടി അവൾ തൊട്ട് കാണിക്കുകയാണ്. സോ ഇവൾക്ക് എന്തോ ഒരു മെന്റൽ ഇഷ്യൂ ഉണ്ടെന്നും വക്കീല് വെറുതെ എടുത്തു ചാടി ഒരു കേസ് ഫയൽ ചെയ്തതാണെന്നും രാമാനുജൻ ചിന്തിക്കുന്നുണ്ട്. ലക്ഷ്മിക്ക് ഭ്രാന്താണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. കാരണം ഇന്നേ വരെ അവളുടെ കൂടെ അവളുടെ മകള് നടക്കുന്നതൊന്നും ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു മകളെ ലക്ഷ്മി അല്ലാതെ വേറെ ആരും കണ്ടിട്ടുമില്ല. രാമാനുജനും ലക്ഷ്മിക്ക് ഭ്രാന്താണെന്ന് വിചാരിച്ചുകൊണ്ട് ഈ കേസ് വിട്ടുകളയാണ്. പക്ഷെ ലക്ഷ്മിക്ക് തന്റെ മകളെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന ആൾക്കാരെ വിട്ടുകളയാൻ മനസ്സില്ലാത്തോണ്ട് തന്നെ അവൾ ഇതിന്റെ പിന്നില് പോരാടാമെന്ന് കരുതാണ്. അതുകൊണ്ട് തന്നെ അവൾ എന്തോ തീരുമാനിച്ചുകൊണ്ട് കളക്ടർ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. പെട്ടെന്ന് അവിടെ പോലീസ് എസ്കോർട്സ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടാണ്. ലക്ഷ്മി പുറത്തേക്ക് വരുന്നുണ്ട്. സംഭവം എന്താന്ന് വെച്ചാൽ ഈ സമയത്ത് ഏതോ ഒരാള് വന്നിട്ട് ഈ കളക്ടറെ ഷൂട്ട് ചെയ്ത് കൊന്നു എന്ന് പോലീസുകാരെ അറിയാണ്. അവിടെ ഉണ്ടായിരുന്ന ഇൻസ്പെക്ടറുടെ അടുത്ത് ചെന്ന ലക്ഷ്മി പറയാണ് ഞാനാണ് കളക്ടറെ കൊന്നതെന്ന്. കളക്ടറെ മാത്രമല്ല ഞാൻ ഇതിനു മുന്നേ വേറെ 2 പേരെയും കൂടി കൊന്നിട്ടുണ്ട്. ഒരു ജഡ്ജിനെയും ഒരു പോലീസ് ഓഫീസറെയും ഞാനാണ് കൊന്നതെന്ന് പറഞ്ഞ് ലക്ഷ്മി ഈ ഇൻസ്പെക്ടറുടെ മുന്നിൽ സറണ്ടർ ആവാണ്. ഇവള് ഭ്രാന്തമായ കാട്ടായങ്ങള് കൂടുതലായി ഇപ്പൊ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. കോർട്ടിൽ ഇപ്പോ ആ ഒരു കേസ് വരുന്നുണ്ട്. ഈ ജഡ്ജും പോലീസുകാരനും കളക്ടറും കൂടിയിട്ടാണ് തന്റെ മകളെ പീഡിപ്പിച്ചതെന്ന് ലക്ഷ്മി കോടതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 3 പേരെയും അവള് കൊന്നതെന്ന്. അവൾ ഈ 3 പേരുടെ ഫോട്ടോ കുട്ടി മരിച്ചു കിടന്നിരുന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയ ഫോണിൽ കണ്ടിരുന്നു എന്നാണ് ലക്ഷ്മി പറയുന്നത്. അതുകൊണ്ടാണ് ഈ 3 പേരെയും അവള് കൊന്നത്. ഫസ്റ്റ് കോടതിയുടെ മുന്നിൽ ലക്ഷ്മി വന്ന് പറഞ്ഞത് ഒരു പ്രിൻസിപ്പൾ ആണ് തന്റെ കുട്ടിയെ കൊന്നതെന്നാണ്. ഇപ്പൊ പറയുന്നു ഈ 3 പേര് ചേർന്നിട്ടാണ് കൊന്നതെന്ന്. അതുകൊണ്ട് തന്നെ കോടതിയും 10 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ ലക്ഷ്മിനെ വെക്കാനായി തീരുമാനിക്കുകയാണ്. ഇതിനുള്ളിലെ സത്യങ്ങളൊക്കെ ലക്ഷ്മിയോട് ചോദിച്ചറിയണം എന്നായിരുന്നു ഈ പോലീസുകാരുടെ ഡ്യൂട്ടി. ഈ ഒരു കേസ് നടക്കുന്ന സമയത്ത് രാമാനുജൻ വക്കീല് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഇവനക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് ഈ ലക്ഷ്മി ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടുന്നതെന്ന് അവൻക്ക് ആകെ കൺഫ്യൂഷൻ ആവാണ്. ഈ ലക്ഷ്മിയുടെ ഈ ഒരു കേസ് വലിയ ന്യൂസ് ആയിട്ട് മാറാണ്. രാമാനുജൻ അപ്പോൾ ലക്ഷ്മിയെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് വിചാരിക്കുകയാണ്. ലക്ഷ്മിയെ കുറിച്ച് അറിയാൻ വേണ്ടി അവൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മിക്ക് ഒരു എക്സ് ഹസ്ബൻഡ് ഉണ്ടെന്ന്
മനസ്സിലാവാണ്. അവനെ കാണാനായിട്ട് രാമാനുജൻ വക്കീൽ പോകുന്നുണ്ട്. ലക്ഷ്മിയുടെ ആദ്യത്തെ ഭർത്താവ് ഒരു ഡോക്ടർ ആയിരുന്നു. മുംബൈയിൽ ഒരു ഹോസ്പിറ്റലില് ഈ ഡോക്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡോക്ടറെ ഹെൽപ്പ് ചെയ്യാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ വന്ന ഒരു നേഴ്സ് ആയിരുന്നു ഈ ലക്ഷ്മി. ഡോക്ടർക്ക് ലക്ഷ്മിയെ കണ്ടപാടെ ഇഷ്ടം തോന്നാണ്. അങ്ങനെ ആ ഒരു ഇഷ്ടം ഡോക്ടർ തുറന്നു പറയുന്നുണ്ട്. അവസാനം അവര് സ്നേഹിച്ച് കല്യാണം കഴിക്കുകയാണ്. അവര് രണ്ടുപേരും പരസ്പരം അവരെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം മതി ഒരു ഭാര്യ ഭർത്താവായി ജീവിക്കുന്നതെന്ന് അവര് തീരുമാനിക്കുകയാണ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഒരുപാട് വർഷം കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്തോണ്ട് തന്നെ ഈ ഭർത്താവിന്റെ വീട്ടില് ഒരുപാട് പ്രഷർ അവനക്ക് അനുഭവിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയെ കുറിച്ച് ഈ ഭർത്താവ് ലക്ഷ്മിയോട് ചെന്ന് പറയുന്നുണ്ട്. പക്ഷെ ലക്ഷ്മിക്ക് കുട്ടി എന്ന് പറയുമ്പോ തന്നെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ അവള് കാണിക്കുകയാണ്. അവൾക്ക് കുട്ടികളോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ കുട്ടിയെ ദത്തെടുക്കാമെന്ന് ഈ ഭർത്താവ് പറയുന്നുണ്ടെങ്കിൽ അവൾ അതിനും സമ്മതിക്കുന്നില്ല. അവസാനം അവര് രണ്ടുപേരും വലിയ ഫൈറ്റ് ആവാണ്. ഡിവോഴ്സ് വരെ അത് എത്തിക്കുകയാണ്. അങ്ങനെ ലക്ഷ്മിയെ ഡോക്ടറെ വേണ്ടാന്ന് വെച്ച് ഇപ്പൊ കുറെ നാളായിട്ട് അവര് രണ്ടുപേരും രണ്ടായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അങ്ങനെ രാമാനുജൻ വക്കീൽ അറിയുന്നുണ്ട് ഈ ലക്ഷ്മിക്ക് അവളുടെ ആദ്യ ഭർത്താവിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നില്ല. അവളുടെ കൂടെ അപ്പൊ ആ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ല. അവൾക്ക് കുട്ടികൾ ഉണ്ടായിട്ടേ ഇല്ല. ഇത് കേട്ട രാമാനുജനും ആകെ ഷോക്ക് ആവുന്നുണ്ട്. രാമാനുജൻ അപ്പോ ലക്ഷ്മിയുടെ വീടിന് അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാരോടൊക്കെ ഈ പെൺകുട്ടിയെ എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരാരും ഈ ഒരു കുട്ടിയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കുട്ടിയെ കാണാതായതിനു ശേഷം ലക്ഷ്മി അവിടെ ചെന്നിട്ട് എന്റെ മകളെ കണ്ടോ എന്ന് വീടുകളിലെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഈ പെൺകുട്ടിയുടെ ശവശരീരം ലക്ഷ്മി ഒരു കുറ്റിക്കാട്ടിലാണ് കുഴിച്ചിട്ടിരുന്നത്. അവിടെ ചെന്ന് രാമാനുജൻ അന്വേഷിക്കുമ്പോൾ അവിടെ വാച്ച്മാൻ ആയിട്ട് നിന്ന ആള് പറയുന്നുണ്ട് അന്ന് ആ രാത്രിയില് ലക്ഷ്മി മാത്രമാണ് അവിടേക്ക് വന്നത്. പക്ഷെ ലക്ഷ്മിയുടെ പുറത്ത് എന്തോ ഒരു സാധനം ഉള്ള പോലെ അവളെ ആക്ട് ചെയ്യായിരുന്നു. അവളെ എന്തോ കുഴിച്ചിടുന്ന പോലെ ഒക്കെ കാണിച്ച് ഭയങ്കരമായിട്ട് അവിടെ നിന്ന് കരഞ്ഞോണ്ടാണ് പോയതെന്ന്. അതായത് ഇവള് കാണിച്ചതെല്ലാം ഇവളുടെ സങ്കല്പത്തിലുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു. രാമാനുജ വക്കീലിന് അവളുടെ വീട്ടിൽ നിന്ന് ഒരു ഫോട്ടോ കിട്ടുന്നുണ്ട്. ആ ഒരു ചെറിയ കുട്ടിയുടെ ഫോട്ടോ അവളുടെ എക്സ് ഹസ്ബൻഡിന് അയച്ചു കൊടുക്കുമ്പോൾ ഇത് ലക്ഷ്മി തന്നെയാണ്, അവളുടെ ചെറുപ്പത്തിലെ ഫോട്ടോയാണ് ഇതെന്ന് ആ എക്സ് ഹസ്ബൻഡ് പറയാണ്. രാമാനുജൻ വക്കീലിന് ശരിക്കും എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ആകെ കൺഫ്യൂഷൻ ആവാണ്. അതുകൊണ്ട് തന്നെ അവനൊരു സൈക്കാട്രിസ്റ്റിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ഈ സൈക്കാട്രിസ്റ്റിനോട് ഈ കേസിന്റെ ഡീറ്റെയിൽസ് എല്ലാം രാമാനുജൻ പറഞ്ഞു കൊടുക്കാണ്. എന്താണെന്ന് വെച്ചാൽ തന്നെ മകളെ സ്കൂളിൽ കൊണ്ടുവന്നാക്കി, പിന്നെ മകളെ കാണാതെ ആയി, പ്രിൻസിപ്പളിന്റെ റൂമിൽ നിന്ന് മകളുടെ ശരീരം കിട്ടി, അവൾ കുഴിച്ചിട്ടു, പിന്നീട് ആ ശരീരം പോയി നോക്കുമ്പോൾ അങ്ങനെ ഒരു ശരീരമേ ആ ഒരു കുഴിച്ചിട്ട സ്ഥലത്ത് ഇല്ല. ആദ്യം അവള് പ്രിൻസിപ്പളാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞു. എന്നിട്ട് പ്രിൻസിപ്പളിനെ കണ്ടപ്പോ ഈ ഒരു പ്രിൻസിപ്പൾ അല്ല വേറൊരു പ്രിൻസിപ്പൾ ആണെന്ന് പറഞ്ഞു. പിന്നീട് അവിടെ 3 പേരെ കൊന്നു എന്നല്ല. ഇത് കേട്ട ഈ സൈക്കാട്രിസ്റ്റും അവൾക്ക് ചെറുപ്പത്തില് എന്തെങ്കിലും ഒരു ഡിസോർഡർ ഉണ്ടായിട്ടുണ്ടാവണം, എന്തെങ്കിലും ചൈൽഡ്ഹുഡ് ട്രോമ അവൾക്ക് സംഭവിച്ചിട്ടുണ്ടാവണം, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് പറയാണ്. അതുപോലെ തന്നെ അവളെ നേരിട്ട് കണ്ടാൽ മാത്രമേ അവളുടെ ശരിക്കും സംഭവിച്ച പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് അവളെ ജയിലിൽ വെച്ച് കാണാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം തരാനായിട്ട് സൈക്കാട്രിസ്റ്റ് രാമാനുജനോട് പറയുന്നുണ്ട്. രാമാനുജനും ജയിലിൽ തന്നെ പോയിട്ട് പോലീസ് കസ്റ്റഡിയിലുള്ള ലക്ഷ്മിയെ മീറ്റ് ചെയ്യുന്നുണ്ട്. ലക്ഷ്മിയോട് രാമാനുജൻ പറയാണ് നിനക്കൊരു മകൾ ഉണ്ടെന്നും ആ മകൾക്ക് ഇങ്ങനെയെല്ലാം പറ്റിയിട്ടുണ്ടെന്നും വേറൊരാൾ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമുക്കിത് തെളിയിക്കണം, നിനക്ക് നീതി ഞാൻ വാങ്ങിത്തരും. പക്ഷേ കുറച്ച് സത്യം കൂടി എനിക്ക് അറിയേണ്ടതുണ്ട്, അതിന് നീ എന്നോട് സഹകരിച്ചേ പറ്റൂ. ഒരു ഡോക്ടറെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു ഡോക്ടർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ കൃത്യമായി തന്നെ മറുപടി പറയണമെന്ന് പറയാണ്. ലക്ഷ്മി ഈ ഒരു കാര്യത്തിന് സമ്മതിക്കുന്നുണ്ട്. വക്കീലെങ്കിലും വിശ്വസിക്കുന്നില്ലേ, അതുകൊണ്ട് വക്കീൽ പറയുന്ന എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നാണ് അവള് പറയുന്നത്. അങ്ങനെ ഡോക്ടർ ജയിലിലേക്ക് വരുന്നുണ്ട്. ലക്ഷ്മിയെ ഒരു ബെഡിൽ കിടത്തിയതിനു ശേഷം ഡോക്ടറെ ഹിപ്നോട്ടിസം ചെയ്യാനായിട്ട് തുടങ്ങാണ്. അവൾ ഉറക്കത്തിലേക്ക് പോകുന്നുണ്ട്. അവൾ ഇപ്പൊ പറയുന്നത് എന്തൊക്കെയാണെന്ന് അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു. ഡോക്ടർ അപ്പൊ ചോദിക്കാണ് നിനക്ക് ചെറുപ്പത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോന്ന്. ആരാണ് സരസ്വതി എന്ന്. സരസ്വതി ആരാണെന്നുള്ള കാര്യം ലക്ഷ്മി പറയാണ്. സരസ്വതി ഞാൻ തന്നെയാണെന്ന്. ഇപ്പോഴാണ് അവൾക്ക് ചെറുപ്പത്തിൽ എന്താണ് നടന്നതെന്ന് കാണിക്കുന്നത്. ലക്ഷ്മിയുടെ ഫുൾ നെയിം ലക്ഷ്മി സരസ്വതി എന്നായിരുന്നു. അവൾക്കൊരു അച്ഛൻ, അമ്മ, അവളെന്ന് പറഞ്ഞ ഒരു 3 പേരുള്ള കുടുംബം മാത്രമാണ് ഉള്ളത്. പക്ഷെ അവര് ഭയങ്കര സന്തോഷത്തിൽ ജീവിക്കുന്ന ഒരു ഫാമിലി തന്നെ ആയിരുന്നു. ലക്ഷ്മി ഒറ്റ മകളായതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും അത്രയും സ്നേഹം കൊടുത്ത് ലാളിച്ച് കൊഞ്ചിച്ചാണ് അവളെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ അവർക്ക് 3 പേരുടെ ആ ഒരു ലോകത്തില് അവര് നല്ല സ്നേഹത്തോടു കൂടിയാണ് കഴിയുന്നത്. അവർക്ക് സാമ്പത്തികമായിട്ട് വലിയ കഴിവൊന്നും ഇല്ലെങ്കിലും തന്റെ മകള് നല്ലൊരു സ്കൂളിൽ പഠിക്കണമെന്ന് വിചാരിച്ച ലക്ഷ്മിയുടെ അച്ഛനും അമ്മയും ഒരു പ്രൈവറ്റ് സ്കൂളിലാണ് അവളെ ചേർത്തിരിക്കുന്നത്. ലക്ഷ്മി തന്നെയാണ് അവളുടെ ക്ലാസ്സിലെ ടോപ്പ് സ്റ്റുഡന്റും. ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്നത്തെ ദിവസം അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ അച്ഛനും അമ്മയും അവളെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അവിടെ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു സ്കൂളിൽ. അതിന് ചീഫ് ഗസ്റ്റ് ആയിട്ട് ഒരു പോലീസും ഒരു അഡ്വക്കേറ്റ് ആണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ സ്റ്റേജിലേക്ക് കയറി ഒരു പ്രിൻസിപ്പൾ
സംസാരിക്കുന്നുണ്ട്. ആ ഒരു പ്രിൻസിപ്പളാണ് ഇപ്പൊ കളക്ടർ ആയിട്ട് മാറിയിരിക്കുന്നത്. പിന്നീട് ഒരു പോലീസുകാരൻ സംസാരിക്കുന്നുണ്ട്, ഒരു അഡ്വക്കേറ്റ് സംസാരിക്കുന്നുണ്ട്. ഈ 3 പേരെയാണ് ഹീറോയിൻ ഇപ്പൊ കൊന്നിട്ട് ജയിലിലേക്ക് വന്നിരിക്കുന്നത്. ആ പരിപാടികളെല്ലാം അവസാനിച്ചതിന് ശേഷം അവളുടെ ബർത്ത്ഡേ അല്ല ഇന്ന്. അതുകൊണ്ട് കുട്ടികൾക്ക് എല്ലാവർക്കും മിഠായി കൊടുത്തതിന് ശേഷം പ്രിൻസിപ്പളിന് മിഠായി കൊടുക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഈ പ്രിൻസിപ്പളും പോലീസുകാരനും അഡ്വക്കേറ്റും ഇവര് ചീഫ് ഗസ്റ്റ് ആയിരുന്നു, അവര് ഇരുന്ന് കുടിച്ചോണ്ടിരിക്കുകയാണ്. ലക്ഷ്മിയെ കണ്ടതും അവരുടെ മൈൻഡ് വല്ലാതെ മാറുന്നുണ്ട്. ഒരിക്കൽ ലക്ഷ്മിയോട് ഒരു ഇൻട്രസ്റ്റ് തോന്നാണ് പ്രിൻസിപ്പൾ എണീറ്റ് ഡോർ ക്ലോസ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ലക്ഷ്മിക്ക് അവിടെ ആ ഒരു സംഭവം നടന്നത്. ഈ 3 പേരും കൂടിയാണ് അവളോട് ആ ഒരു വൃത്തികേട് ചെയ്തത്. വൈകിട്ടായപ്പോ അച്ഛനും അമ്മയും ലക്ഷ്മിയെ അന്വേഷിക്കാനായിട്ട് സ്കൂളിലേക്ക് വരുന്നുണ്ട്. അവളെ പക്ഷെ കണ്ടു കിട്ടുന്നില്ല. എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്. തുടക്കത്തില് ലക്ഷ്മി തന്റെ മകളെ കാണാതെ അന്വേഷിച്ചു കാണുന്നില്ലേ, അതുപോലെ തന്നെ അച്ഛനും അമ്മയും ലക്ഷ്മിയെ കാണാതെ അന്വേഷിച്ചുകൊണ്ടേ നടക്കാണ്. പക്ഷെ എത്ര അന്വേഷിച്ചിട്ടും ലക്ഷ്മിയെ കിട്ടുന്നില്ല. അങ്ങനെ അച്ഛനും അമ്മയും ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് രാത്രിയില് ലക്ഷ്മിയുടെ കോള് അമ്മയുടെ ഫോണിലേക്ക് വരുന്നത്. അവള് പ്രിൻസിപ്പളിന്റെ റൂമിലുണ്ടെന്ന് അമ്മയോട് അവള് പറയാം. അച്ഛനും അമ്മയും വേഗം തന്നെ പ്രിൻസിപ്പളിന്റെ റൂമിന്റെ ബാക്കിലുള്ള ഒരു റൂമിലേക്ക് എത്തുന്നുണ്ട്. ലക്ഷ്മി ഇങ്ങനെ സംഭവിച്ച് ആകെ തളർന്നു കിടക്കുന്നതാണ് അച്ഛനും അമ്മയും കാണുന്നത്. അവരപ്പൊ തന്നെ അവിടെ നിന്ന് ഒരുപാട് കരഞ്ഞതിന് ശേഷം അവളെ വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡി ഡോക്ടർ അവളെ ചികിത്സിച്ച് രക്ഷിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ഡോക്ടർ വന്നിട്ട് ലക്ഷ്മിയുടെ അച്ഛനോടും അമ്മയോടും പറയാണ് ഫ്യൂച്ചറിൽ അവൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന്. ഇത് കേട്ട അവളുടെ അച്ഛനും അമ്മയും ഒരുപാട് അവിടെ നിന്ന് കരയുന്നുണ്ട്. ലക്ഷ്മി ഒന്ന് കുറച്ച് ഹോസ്പിറ്റലിൽ കിടന്ന് റിക്കവർ ആയതിനു ശേഷം അച്ഛനും അമ്മയും അവളുടെ അടുത്ത് ചെന്നതിന് ശേഷം ആരാണ് നിന്നോട് ഇതെല്ലാം ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അവളും പറയുന്നുണ്ട് പ്രിൻസിപ്പളും അവിടെ വന്ന് ചീഫ് ഗസ്റ്റും ആണെന്ന്. ഇതിന്റെ എവിഡൻസ് അവളുടെ കയ്യിൽ ഉണ്ടെന്ന് പറയാണ്. എന്താണ് ആ എവിഡൻസ് എന്ന് ചോദിക്കുമ്പോൾ ഇവളോട് ഇവർ ഇങ്ങനത്തെ ഒരു ക്രൂരത ചെയ്യുന്നതിന് മുമ്പ് അവൾ ഇതെല്ലാം വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ അത് ആ ഒരു റൂമിൽ തന്നെ വീഡിയോ മറച്ചു വെച്ചിരിക്കുകയാണ്. ആ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ നേരെ പോരാടാനും അവർക്ക് വേണ്ട ശിക്ഷ വാങ്ങിക്കൊടുക്കാനും ലക്ഷ്മി പറയുന്നുണ്ട്. ഇത് കേട്ട അവളുടെ അച്ഛനാന്ന് വെച്ചാൽ ആ റൂമിലേക്ക് ആ എവിഡൻസ് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ അച്ഛൻ അത് എടുത്തതിന് ശേഷം ഒരു അഡ്വക്കേറ്റിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാണ്. പക്ഷെ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാർ ഈ അഡ്വക്കേറ്റിന് പൈസ കൊടുത്തിട്ട് ഈ എവിഡൻസ് എല്ലാം നശിപ്പിച്ച് കളയുന്നുണ്ട്. അങ്ങനെ അവർ ആ ഒരു കേസിൽ തോൽക്കുന്നുണ്ട്. ഈ 3 പേർക്ക് ലക്ഷ്മിയോടും അവളുടെ ഫാമിലിയോടും ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നാണ്. എങ്ങനെയെങ്കിലും അവരോട് റിവെഞ്ച് ചെയ്യണമെന്ന് ഈ 3 പേരും വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ 3 പേർക്കും സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഒരു പൊളിറ്റീഷ്യൻ അവിടേക്ക് വരുന്നുണ്ട്. ഇവളുടെ അച്ഛനും അമ്മയും ആ ഒരു പൊളിറ്റീഷ്യനോട് അവിടെ നിന്ന് വഴക്ക് കൂടുന്നുണ്ട്. എന്തോ അനാവശ്യങ്ങളല്ല അച്ഛനും അമ്മയും ഈ പൊളിറ്റീഷ്യനെ പറയാം. അതുകൊണ്ട് തന്നെ എന്റെ നേരെ ശബ്ദം ഉയർത്താനായിട്ട് ധൈര്യം നിങ്ങൾക്ക് ഉണ്ടോ എന്ന് പറഞ്ഞ് സരസ്വതിയുടെ മുന്നിൽ വെച്ച് തന്നെ അവളുടെ അച്ഛനെയും അമ്മനെയും അവർ കൊന്നുകളയാണ്. ഇതിനുശേഷമാണ് അവൾക്ക് ആരും ഇല്ലാതായിട്ട് ഇവളൊരു ഓർഫനേജിൽ നിന്നിട്ട് പഠിച്ച് ഒരു നേഴ്സായിട്ട് മാറുന്നത്. പക്ഷെ ഇതിനുശേഷം അവൾക്ക് ആ ഒരു കാര്യങ്ങളൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. ആ ഒരു ട്രോമയിൽ അവളെല്ലാം മറന്നു പോവാണ് ചെയ്തത്. അവൾക്ക് എന്താണ് സംഭവിച്ചതെന്നെല്ലാം അവൾക്ക് ഓർമ്മയും ഉണ്ടായിരുന്നില്ല. അവൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെല്ലാം അവളുടെ മകൾക്കാണ് നടക്കുന്നത് എന്നുള്ള രീതിയിലാണ് അവളിപ്പോ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു മെന്റൽ ഡിസോർഡർ ആണെന്നും ഇതിന് ജയിലിൽ കിടക്കേണ്ട ഒരു ആവശ്യവും ഇതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടതെന്നും സൈക്കാട്രിസ്റ്റ് രാമാനുജനോട് പറയാണ്. രാമാനുജനും എങ്ങനെയെങ്കിലും സരസ്വതിനെ പുറത്തിറക്കണമെന്നും ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്നും വിചാരിക്കുകയാണ്. അതിനുവേണ്ടി രാമാനുജൻ ജഡ്ജിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. ഈ സംഭവങ്ങളെല്ലാം ജഡ്ജിനോട് അവൻ പറഞ്ഞു കൊടുക്കാണ്. പക്ഷെ ഇതിന്റെ വിധി കോർട്ടിൽ വെച്ച് പറയേണ്ട ആവശ്യമില്ല. ഇനി സരസ്വതിനെ കോർട്ടിൽ കയറ്റരുത്. കാരണം ഈ ഒരു കാര്യങ്ങളൊന്നും സരസ്വതിക്ക് അറിയില്ല. അവളുടെ മകൾക്കാണ് ഇതെല്ലാം സംഭവിച്ചതെന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്. അവൾക്കാണ് ഇത് സംഭവിച്ചതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ കണ്ടീഷൻ വീണ്ടും വേസ്റ്റ് ആവും. അതുകൊണ്ട് പതുക്കെ ട്രീറ്റ്മെന്റിലൂടെ മാത്രമേ അവളുടെ ഈ ഒരു പ്രശ്നം മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. ഇതിന് ശരിക്കുള്ള എവിഡൻസ് കൊണ്ട് ഞാൻ വരാം, അതിനുശേഷം മാത്രം വിധി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് രാമാനുജൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ജഡ്ജും അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ രാമാനുജൻ ഒരുപാട് എവിഡൻസ് കളക്ട് ചെയ്തുകൊണ്ട് കോർട്ടിൽ വന്നിട്ട് ഈ ഒരു കേസ് വാദിക്കുന്നുണ്ട്. അവൾക്കുള്ളത് മെന്റൽ ഡിസോർഡർ ആണെന്നും ചൈൽഡ്ഹുഡിൽ ഉണ്ടായ ഒരു ട്രോമ കാരണമാണ് ഇങ്ങനെ ഉണ്ടായതെന്നും എവിഡൻസ് അവൻ നിരത്താണ്. അവൾ ആ ഒരു സമയത്ത് ചികിത്സിച്ച ഡോക്ടറും അവിടെ സാക്ഷി പറയാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കേസിന്റെ വിധി ഇൻഡിപെൻഡൻസ് ഡേയുടെ പിറ്റേ ദിവസം തരുമെന്ന് ആ ഒരു അഡ്വക്കേറ്റ് പറയാണ്. രാമാനുജൻ ഇൻഡിപെൻഡൻസ് ഡേയുടെ ആ ഒരു ദിവസം സരസ്വതിയെ കാണാനായിട്ട് പോകുന്നുണ്ട്. അവളോട് ഹാപ്പി ബർത്ത്ഡേ പറയുമ്പോഴും അവളെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അവിടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ചീഫ് ഗസ്റ്റ് ആയിട്ട് ഒരു പൊളിറ്റീഷ്യനും വരുന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് സരസ്വതി ആ ഒരു പൊളിറ്റീഷ്യനെ ആ സ്റ്റേജിൽ വെച്ച് തന്നെ കൊന്നുകളയാണ്. കാരണം ഇവളുടെ അച്ഛനെയും അമ്മേനെയും കൊന്ന ആ ഒരു പൊളിറ്റീഷ്യൻ ഇയാളായിരുന്നു. അങ്ങനെ അവളുടെ കേസ് വീണ്ടും കോർട്ടിൽ വരുന്നുണ്ട്. ആദ്യം 3 പേരെ കൊന്നു, ഇപ്പോ ഒരു വലിയ പൊളിറ്റീഷ്യനെയും കൊന്നു. ഇതിന് നിന്റെ എക്സ്പ്ലനേഷൻ എന്താന്ന് ജഡ്ജി ചോദിക്കുമ്പോ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളെ എല്ലാം ദൈവത്തെ പോലെ കാണുന്നുണ്ട്. പക്ഷെ
ഒരുപാട് പെൺകുട്ടികൾക്ക് മോശ അനുഭവം ഉണ്ടാവുന്നുണ്ട്. അവരോട് മോശമായിട്ട് പെരുമാറുന്ന ആൾക്കാരെ ജയിലിലിട്ട് തിരിച്ചു വരുത്തരുത്, അവരെ മരിക്കുന്ന വേറെ ജയിലിലിടണം, എന്നാ മാത്രമേ അവര് പെൺകുട്ടികൾക്ക് നേരെ ഇങ്ങനെയെല്ലാം ചെയ്യാതിരിക്കൂന്ന് സരസ്വതി കോർട്ടിൽ വാദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജഡ്ജും അവളുടെ ഹെൽത്ത് കണ്ടീഷനും പിന്നെ അവള് സ്വയം ബുദ്ധിയിലല്ല ഇതൊന്നും ചെയ്തതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൾക്ക് 6 മാസം ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാനും അവളുടെ ഹെൽത്ത് റിക്കവർ ആയതിനു ശേഷം മാത്രം അവളെ പുറത്തു വിടാനായിട്ട് പറയാണ്. അങ്ങനെ 6 മാസത്തെ ചികിത്സകൾക്ക് ശേഷം സരസ്വതി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അവള് നേരെ ആ ഒരു അഡ്വക്കേറ്റ് രാമാനുജനെ കാണാനായിട്ടാണ് പോകുന്നത്. എന്റെ കൂടെ നിന്നതിനും എന്റെ അച്ഛനും അമ്മക്കും പറ്റിയ ആ ഒരു സംഭവത്തിന് സാറ് കാരണമാണ് ഒരു ന്യായം ലഭിച്ചത്, അതിനെല്ലാം താങ്ക്സ് പറയുന്നുണ്ട്. അവനും അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ പോകുന്ന വഴിക്കാണ് രാമാനുജന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. കാരണം ആ ഒരു സൈക്കാട്രിസ്റ്റ് പറഞ്ഞിരുന്നത് അവളുടെ അച്ഛനും അമ്മക്കും ഇങ്ങനെ പറ്റിയതല്ല, അവൾക്ക് ഓർമ്മയില്ല എന്നാണ്. പിന്നെങ്ങനെയാണ് അച്ഛന്റെ അമ്മയുടെയും കാര്യം അവൾ പറഞ്ഞത്? അത് ചോദിക്കാനായി വീണ്ടും രാമാനുജൻ വക്കീല് സരസ്വതിയെ കാണാനായിട്ട് പോകുന്നുണ്ട്. ആ ടൈമില് സരസ്വതിയുടെ കൂടെ അവളുടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. ഇവിടെയാണ് ഒരു വലിയ ട്വിസ്റ്റ് തന്നെ സംഭവിക്കുന്നത്. ആക്ച്വലി ഇതല്ല അവളുടെ ഭർത്താവും അവളും കൂടി ഉണ്ടാക്കിയ പ്ലാൻ ആയിരുന്നു. അവൾക്ക് ശരിക്കും ഇതൊന്നും മറന്നിട്ടുണ്ടായിരുന്നില്ല, നല്ല ഓർമ്മ തന്നെ ഉണ്ടായിരുന്നു. ഈ 3 പേരെയും അല്ല ഈ 4 പേരെയും കൊല്ലാൻ വേണ്ടി അവരുടെ പ്ലാൻ ആണിത്. ആക്ച്വലി ലക്ഷ്മിനെ കല്യാണം കഴിഞ്ഞ ആ ഒരു അവസരം തന്നെ അവർ രണ്ടുപേരും ഒന്നായിരിക്കുമ്പോൾ ലക്ഷ്മിക്ക് ഈ നടന്ന സംഭവങ്ങളെല്ലാം ഓർമ്മ വരുന്നുണ്ട്. അപ്പൊ തന്നെ ലക്ഷ്മി തന്റെ ഭർത്താവിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഭർത്താവ് നിനക്ക് നടന്ന ഈ ഒരു ക്രൂരതക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി അപ്പൊ തന്നെ അവരെ നമുക്ക് കൊന്നു കളയണം എന്ന് പറയാണ്. ഭർത്താവ് അതിന് സമ്മതിക്കുന്നുണ്ട്. നിന്റെ ആഗ്രഹം പോലെ ചെയ്യാമെന്ന് പറയാണ്. പക്ഷെ അവരെ കൊന്നു കളഞ്ഞതിന് ശേഷം നമ്മളെ രക്ഷപ്പെടുന്ന രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യണം. അതിനുശേഷമാണ് അവർ ഈ പ്ലാനിങ് എല്ലാം ഇട്ടത്. അവൾക്ക് മെന്റൽ ഡിസോർഡർ ഉള്ള ഒരാളാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതി അവളെ വെറുതെ വിടുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇവർ പ്ലാൻ ചെയ്ത് ഡിവോഴ്സ് ആയ പോലെ അഭിനയിച്ച് ലക്ഷ്മിയെ മാറി താമസിച്ച് അവൾക്കൊരു കുട്ടി ഉണ്ടെന്നുള്ള രീതിയിൽ ലക്ഷ്മി അഭിനയിച്ച് ആ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് അഭിനയിച്ച് ഈ അഡ്വക്കേറ്റിന്റെ അടുത്ത് പോയി കരഞ്ഞ് വിളിച്ച് അത് കേസ് കോടതിയിൽ വന്ന് തോറ്റുപോയി. പിന്നീട് ആ 3 പേരെ കൊന്ന്. ഇതെല്ലാം അവരുടെ പ്ലാനിങ് മാത്രമായിരുന്നു. ഇതെല്ലാം രാമാനുജൻ വക്കീല് അറിയുന്നുണ്ടെന്ന രീതിയിലും ഈ ഒരു സിനിമ ഇവിടെ അവസാനിക്കാണ്. പക്ഷെ രാമാനുജൻ വക്കീല് ഒന്ന് ചിരിച്ചിട്ട് പറയാണ്, നിനക്ക് ഇപ്പോഴെങ്കിലും നീതി ലഭിച്ചല്ലോ, അത് മാത്രം മതി എനിക്കെന്ന് പറഞ്ഞ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഈ ഒരു സത്യം അവരുടെ 3 പേരുടെ ഉള്ളിൽ മാത്രമായിട്ട് നിൽക്കാം. ഇവിടെ വെച്ചിട്ട് ഈ ഒരു മൂവി അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാം.